ബിഗ് ബോസ് മലയാളം സീസൺ 7 ജയിൽ നോമിനേഷൻസ് കഴിഞ്ഞിട്ട് ഒരു വമ്പൻ അടിയായിരുന്നു ലൈവിനകത്ത്. വമ്പൻ അടി എന്ന് പറയാനുള്ളതുണ്ടോ എന്ന് അറിയത്തില്ല, ഒരു തർക്കമായിരുന്നു. ജയിൽ നോമിനേഷൻസിന്റെ സമയത്ത് RJ ബിൻസിക്ക് 4 നോമിനേഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നെവിനും ബിൻസിയും അങ്ങോട്ടും ഇങ്ങോട്ടും ജയിൽ നോമിനേറ്റ് ചെയ്തു. രാവിലെ പ്രപ്പോസ് ഒക്കെ ചെയ്തിരുന്ന 2 പേരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോമഡി ഒക്കെ അടിച്ചിരുന്ന 2 പേരാണ്. ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജയിൽ നോമിനേഷൻസ് ആയപ്പോഴത്തേക്കും 2 പേരും ഉടക്കായി. ഇതിന്റെ ഒരു വഴക്കാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. 2 പേരും നോമിനേറ്റ് ചെയ്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു വഴക്കിന്റെ ഇടയ്ക്ക് എടി, പൊടി, എടാ, പോടാ എന്നൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. ബിൻസി നെവിനെ പേക്കോലം എന്നൊക്കെ വിളിക്കുകയുണ്ടായി. അത് ബിൻസി വിളിച്ചതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഒരാവശ്യവും ഇല്ലാതെ ബിഗ് ബോസ് കൊടുത്ത ആ ഒരു വസ്ത്രത്തെ ഒക്കെ കളിയാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രോബെറി ഡ്രസ്സല്ലേ നീ ഇപ്പൊ 4 ദിവസമായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് എന്തോ പറയുകയുണ്ടായി. കളിച്ച് നേടിയതാണ് ഞാൻ എൻ്റെ പെട്ടിയും സാധനങ്ങളും എന്നൊക്കെ നെവിൻ പറഞ്ഞു. അപ്പം ബിൻസി അതിനനുസരിച്ചുള്ള ചുട്ട മറുപടി തന്നെ തിരിച്ചും കൊടുത്തു. പക്ഷെ ഈ ഒരു വഴക്കിനിടയ്ക്ക് ബിൻസി നെവിനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ യോജിക്കുന്നില്ല. ഇതിന്റെ വീട്ടിൽ പോയി അമ്മയും പെങ്ങളെയും ഇതൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞത്, അതിപ്പോ ആര് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കേസല്ല. അപ്പൊ നെവിനും ഇതൊക്കെ തന്നെ തിരിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് അത്ര വലിയൊരു പ്രശ്നമൊന്നും ആയില്ല. 2 പേരും കൂളായിട്ട് 2 വഴിക്ക് പോയി. ബിൻസിയോട് ഇനി മിണ്ടില്ല എന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. ഇനി ഒരിക്കലും ഞാൻ മിണ്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊരു സോറി പോലും അവളുടെ വായിൽ നിന്നും കേൾക്കണ്ട എന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. ഇതായിരുന്നു ലൈവിനകത്തെ ഒരു വഴക്ക്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്, ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും